എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം കൃഷി എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുണ്ട് കേട്ടോ. നമ്മുടെ ഉപജീവനത്തിനായുള്ള കൃഷി, നമുക്ക് ഒരു ജോലിയായിട്ടുള്ളൊരു കൃഷി, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സ്ത്രീകൾ പലപ്പോഴും ഈ കൃഷി നമ്മുടെ അടുക്കള ജോലിയോടൊപ്പമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ അടുക്കളയിലുള്ള ആ ഒരു മടുപ്പും ആ ഒരു പ്രയാസങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കൃഷിയിലേക്ക് മുഴുകും. പണ്ടൊക്കെ എന്ന് പറയുന്നത് പുരുഷന്മാരാണ് ഏറ്റവും നല്ല കൃഷിക്കാരായി ഉള്ളതും ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്നതും. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്നത് അടുക്കളയിൽ പാകം ചെയ്യുന്ന ഒരു പണി മാത്രമാണ് സ്ത്രീകൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. പുരുഷന്മാരെക്കാളുപരി നന്നായി കൃഷി ചെയ്യാൻ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് കഴിവും പ്രാപ്തിയുമുള്ള കൃഷിക്കാർ ധാരാളമായിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, കർഷകശ്രീ അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ കർഷകരോടൊപ്പം പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളും അതിൽ മെച്ചപ്പെട്ട നില കൈവരിക്കുന്നതായി നമുക്കറിയാം. പക്ഷേ നമുക്ക് ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഉപജീവനത്തിന് മാത്രമായല്ലാതെ നമ്മുടെ സന്തോഷത്തിന് കൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്കുണ്ടാകുന്ന ഓരോ വിഷമഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുന്ന, നമുക്ക് വേറെന്തെങ്കിലും ഒരു താല്പര്യമുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ കൃഷി തന്നെയായിരിക്കും. എനിക്കൊക്കെ ആണെങ്കിൽ ഈ കൃഷിയിലേക്ക് നമുക്കിപ്പോൾ അതിൽ നിന്ന് വലിയ നേട്ടമൊന്നും കിട്ടാവുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ആ കൃഷിയിൽ നമ്മൾ മുഴുകുമ്പോൾ നമ്മൾ അതിൽ തന്നെ ലയിച്ചു പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതാണ് നമുക്ക് മറ്റെല്ലാം മറക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്. ആ കൃഷിയും നമുക്ക് താല്പര്യമുള്ള, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒന്ന് ജീവിച്ചു എന്ന് പറയുന്നത്. മറ്റുള്ള സമയങ്ങൾ നമ്മൾ വിഷമഘട്ടത്തിൽ എന്തൊക്കെ ഓർക്കാനുണ്ടാവും, എന്തൊക്കെ വിഷമങ്ങളുണ്ടായെങ്കിലും നമുക്ക് താല്പര്യമുള്ള ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ വിഷമങ്ങളൊക്കെ മറന്നു. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കഷ്ടപ്പാട് നമുക്കൊരു ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് ആ ക്ഷീണം നമ്മളെ ബാധിക്കുന്നതേയില്ല. അതാണ് നമുക്ക് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ കൃഷി എല്ലാ പ്രാവശ്യവും നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വീണ്ടും വീണ്ടും അതിനോടുള്ള നല്ല ഒരു താല്പര്യമുണ്ടെങ്കിൽ, അതിന് അത്യധികമായ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആ കൃഷി വീണ്ടും വീണ്ടും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മടുപ്പ് ചിലപ്പോൾ നമുക്ക് അതിൽ വിളവ് കിട്ടിയില്ല, ഇനി അടുത്ത പ്രാവശ്യം നമ്മളത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കില്ല. നമ്മൾ അതിലത്രയും മാത്രം താല്പര്യമുള്ളവരാണെങ്കിൽ. എനിക്കെന്ന് പറയുന്നത് കൃഷി എന്ന് പറയുമ്പോൾ എൻ്റെ ആ ഡിപ്രഷനും ആ ഒരു മാനസികാവസ്ഥയും എല്ലാം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ കൃഷിയിലേക്ക്, അങ്ങനെ വലിയ കൃഷിയൊന്നുമല്ല, നമുക്ക് ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്ത് എൻ്റെ വിഷമങ്ങൾ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ കൃഷിയിൽ നിന്ന് നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് കൃഷി. ചിലപ്പോൾ പരാജയപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷമഘട്ടങ്ങൾ നമ്മൾ തരണം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ഈ കൃഷി എന്ന് പറയുന്നത്. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും. പക്ഷേ വീണ്ടും വീണ്ടും നമുക്കുണ്ടാകുന്ന ഓരോ വിഷമങ്ങളും മാറ്റിത്തരാൻ വീണ്ടും ഒരു വിത്തിട്ട് അത് മുളച്ച് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അതൊക്കെയാണ് നമ്മളെ ഈ കൃഷിയിൽ നിലനിർത്തുന്നത്. ഇത് ഞാൻ അന്ന് ചെയ്ത ഒരു അടുക്കളയിൽ നിന്ന് വിത്ത് എന്ന് ഒരു വീഡിയോ ഇട്ടില്ലേ, അത് ചെയ്ത ഒരു ഉരുളക്കിഴങ്ങ് കൃഷിയാണ്. ഇത് പരാജയപ്പെട്ടിട്ടൊന്നുമില്ല, വിജയിക്കുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇല വാടിയതൊന്നും ഇതൊന്നും കുഴപ്പമില്ല. ഇതിന് വീണ്ടും വീണ്ടും ഉരുളക്കിഴങ്ങ് കൃഷിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായി ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ മണ്ണ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ മീതെ ഇനിയും മണ്ണ് ഇട്ട് കൊടുക്കണം. അതാണ് എനിക്ക് തോന്നുന്നത് ഈ കൃഷിയിലുള്ള ഒരു ഇത്.
പിന്നെ അധികം വളത്തിൻ്റെ ആവശ്യമില്ല. വീണ്ടും വീണ്ടും ഈ കിഴങ്ങ് പോലെ തന്നെയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും മണ്ണിട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ ഇത് അടിയിൽ വീണ്ടും വീണ്ടും അത് ഓരോരോ ഇത് ഉണ്ടായി വേരുകൾ ആയി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താണ്, ഇതൊന്ന് ഞാൻ നട്ട ഒരു ചെടിയുണ്ടല്ലോ, ആ വിത്ത് പേരറിയാത്ത വിത്ത് എന്നൊരു വീഡിയോ ഇട്ടിന്. അത് എന്ത് ചെടിയെന്ന് ഇപ്പോഴും എനിക്കത് പിടികിട്ടുന്നില്ല, എന്താണ് ഈ ചെടിയെന്ന്. അതേപോലെ ഈ വീഡിയോ ഒരു 2 ചെടി എനിക്ക് 3 വിത്താണ് ഉണ്ടായത്. 2 ചെടി എനിക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇത് പടർന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്, ഈ വെള്ളരിയോടൊപ്പം പടർന്ന് പോയിട്ടുണ്ട്. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.